Hello guys, this is Jitin from Excellent Trader. ഇന്നത്തെ നമ്മുടെ വീഡിയോ പൊസിഷൻ സൈസിങ്ങിനെ പറ്റിയാണ്. ഇതൊരു ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റാണ്. എനിക്കറിയില്ല എത്ര പേര് ആക്ച്വലി ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യലുണ്ടെന്ന്. ഭയങ്കര ഈസി ടോപ്പിക്കാണ്, പക്ഷേ നമ്മൾ ട്രേഡ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ഡിഫിക്കൽട്ടാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ ഈ ഷോർട്ട് വീഡിയോയിൽ ഞാൻ എന്താ ഷെയർ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ, എങ്ങനെ ഈസി ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പൊസിഷനെ സൈസ് ചെയ്യാം, എന്തുകൊണ്ടാണ് പൊസിഷൻ സൈസിങ് ചെയ്യേണ്ടത്, ഈ രണ്ട് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് സിറോദയുടെ പോർട്ടലിൽ പോയിട്ട് ഇതെങ്ങനെ ആക്ച്വലി ചെയ്യുന്നത് എന്ന് നോക്കാം. ഓക്കെ, ഇപ്പം ഞാൻ എൻ്റെ സിറോദയുടെ പോർട്ടലിലാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ എൻ്റെ വാച്ച് ലിസ്റ്റിൽ കാണാൻ പറ്റും. ഇത് ഞാൻ NR7 ബ്രേക്ക്ഔട്ട് സ്ട്രാറ്റജി ബേസ് ചെയ്തിട്ട് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത കുറച്ച് സ്റ്റോക്സ് ആണ് ഇന്നത്തെ ദിവസം പറഞ്ഞാൽ 31st of August. അപ്പോൾ ഈ സ്റ്റോക്സിലൊക്കെ കാണാൻ പറ്റും ഇതിൻ്റെ പ്രൈസൊക്കെ കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് റേഞ്ചസിലാണ് ഉള്ളത്. ഈ ഓരോ സ്റ്റോക്സിലും നമ്മൾ ഇൻ കേസ് ട്രേഡിൽ എൻട്രി ചെയ്യുകയാണെങ്കിൽ എങ്ങനെ കറക്റ്റായിട്ട് പൊസിഷൻ സൈസ് ചെയ്യാമെന്നുള്ളതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. സോ ഞാനൊരു എക്സാമ്പിൾ എടുത്തത് കാണിച്ചു തരാം. അപ്പം ലെറ്റ്സ് ഗോ വിത്ത് ITC. ഓക്കെ, സോ ITCയുടെ ചാർട്ടാണിത്. ഈ ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ഇത് 5 minutes ചാർട്ടാണ്. അപ്പം ശരിക്കും നമ്മൾ NR7 ഒക്കെ ചെയ്യുന്ന സമയത്ത് ഡേ ചാർട്ട് വെച്ചതിന് ശേഷം ആ നാരോ റേഞ്ച് കണ്ടുപിടിക്കുക. എന്നിട്ട് ആ റേഞ്ചിൽ അപ്പോൾ ബ്രേക്ക് ഔട്ട് ആകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് ട്രേഡ് എടുക്കുക. അപ്പം ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിക്കാം. അപ്പോൾ ഇന്നത്തെ ഈ ട്രേഡ് സെറ്റപ്പിൽ ITCയുടെ റേഞ്ച് എന്ന് പറയുന്നത് 96.3 ആൻഡ് 94.05. അപ്പം ഈ NR7 സ്ട്രാറ്റജി ഞാൻ മുമ്പേ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമായിരുന്നു. അപ്പോൾ ഞാൻ പണ്ട് ഇങ്ങനെ പൊസിഷൻ സൈസിങ് ചെയ്യലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു എക്സൽ ഷീറ്റ് ബിൽഡ് ചെയ്ത് ഇതിൽ നിങ്ങൾ ഷോർട്ടാണോ ലോങ് ആണോ എന്ന് എൻ്റർ ചെയ്തു, എൻട്രി പ്രൈസ് സ്റ്റോപ്പ് ലോസ് എൻ്റർ ചെയ്തു, ടാർഗറ്റ് പ്രൈസ് എൻ്റർ ചെയ്തു. റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കൊരു ഇവിടെ മാക്സിമം അഫോർഡബിൾ ലോസ് കൂടി കൊടുത്തു കഴിഞ്ഞാൽ എനിക്കിവിടെ ക്വാണ്ടിറ്റി സൈസും എക്സ്പെക്റ്റഡ് PNL ഒക്കെ കിട്ടും. ഇത് ആക്ച്വൽ PNL ആയിരിക്കും ബേസ്ഡ് ഈ ചാർജസ് ഒക്കെ കഴിഞ്ഞ് അത്ര PNL കിട്ടുന്നില്ലൊരു കാര്യം. ഈ എക്സൽ ഷീറ്റ് നല്ല എഫക്റ്റീവാണ്. ബട്ട് ദ ഓൺലി തിങ് ഈസ് നമ്മൾ ട്രേഡ് എടുക്കാൻ പോകുന്ന സമയത്ത് തന്നെ ഇപ്പോൾ ഇൻ കേസ് ഞാൻ ഇതിന് ട്രേഡ് എടുക്കാൻ പോകുന്നതാണെങ്കിൽ, ഇപ്പം ഞാനൊരു ലോങ് പൊസിഷനിലേക്കാണെങ്കിൽ ലോങ് എന്ന് ടൈപ്പ് ചെയ്ത് ഇവിടെ 196.3 എന്ന് ടൈപ്പ് ചെയ്തു. എൻ്റെ സ്റ്റോപ്പ് ലോസ് 194.05 ആയിരിക്കും. അതിനുശേഷം ഞാൻ ചാർട്ട് നോക്കിക്കൊണ്ട് ഏകദേശം ടാർഗറ്റ് എവിടെ വെക്കേണ്ടത് നോക്കും. ഇപ്പം ഞാനൊരു 200 റേഞ്ചിലാണ് ടാർഗറ്റ് പോകുന്നുണ്ടെങ്കിൽ 200 ടാർഗറ്റ് കൊടുക്കും. ഇവിടെ എൻ്റെ ക്യാപിറ്റൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യണം, ലെവറേജ് അപ്ഡേറ്റ് ചെയ്യണം. അതിനുശേഷം ഈ മാക്സ് അഫോർഡബിൾ ലോസ് ഞാനിപ്പോൾ ഒരു 2000 റുപ്പീസ് വരെ എനിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ എനിക്ക് 841 ക്വാണ്ടിറ്റി ഇത് വാങ്ങാൻ പറ്റും. ഇതിൻ്റെ പിറകിൽ ഒരുപാട് കാൽക്കുലേഷൻ നടക്കുന്നുണ്ട്. പക്ഷേ എന്തെങ്കിലും കൂടി എക്സൽ ഷീറ്റ് പ്രാക്ടിക്കൽ സെനാരിയോസിൽ യൂസ് ചെയ്യുന്നത് പറഞ്ഞാൽ കുറച്ച് ഡിഫിക്കൽട്ടാണ്. അപ്പോൾ ഞാനൊരു ഈസി സൊല്യൂഷൻ കണ്ടുപിടിച്ചു. അത് നമ്മുടെ ഈ ചാർട്ടിൽ തന്നെയുണ്ട്. അതൊന്നുമില്ല, നമ്മുടെ ഈ ലോങ് പൊസിഷൻ ആൻഡ് ഷോർട്ട് പൊസിഷൻ ടൂൾ തന്നെയാണ്. ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എവിടെയാണ് നിങ്ങൾ എൻ്റർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ അവിടെ പോവാം, ക്ലിക്ക് ചെയ്യാം. നമ്മൾ യൂഷ്വലി പൊസിഷൻ എടുത്തതിന് ശേഷമാണ് ഈ ടൂൾ യൂസ് ചെയ്യാറ് മിക്കവാറും ആൾക്കാർ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറക്റ്റ് ഡയറക്ഷനിലാണോ മൂവ് ചെയ്യുന്നത് വലിയ നോക്കുക മാത്രമായിരിക്കും മിക്കവാറും ഈ ടൂൾ യൂസ് ചെയ്യുന്നത്. പക്ഷേ ഈ ടൂളിൽ വേറൊരു കാര്യമുണ്ട്. നിങ്ങളിപ്പം ഇതിൻ്റെ മേലെ ജസ്റ്റ് ഹോവർ ചെയ്യുകയാണെങ്കിൽ ഇവിടെ മനസ്സിലാവും ഇതിനകത്ത് ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്, ഓപ്പൺ PNL ചെയ്തിട്ടുണ്ട്, സ്റ്റോപ്പ് ലോസ് വാല്യൂസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം ബൈ ഡീഫോൾട്ട് ഈ വാല്യൂസ് അക്കൗണ്ട് സൈസും ഒരു റിസ്ക് ഒക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും. ഇത് നിങ്ങൾക്ക് പ്രീ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ഇപ്പം എൻ്റെ ഇന്നത്തെ അക്കൗണ്ട് സൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇന്നത്തെ ട്രേഡിങ് ക്വാണ്ടിറ്റി എന്ന് വെച്ചാൽ 39,000 അടുത്താണ്. അപ്പോൾ ഞാൻ അറ്റ് എ ടൈം മേ ബി ലൈക്ക് 2-3 ട്രേഡ് മാത്രമേ ചെയ്യാറുള്ളൂ. ഇപ്പം ലെറ്റ്സ് ഞാനിപ്പോൾ 2 ട്രേഡാണ് ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ. ഈ ടൂൾ എടുത്തതിന് ശേഷം നിങ്ങൾ എൻട്രി പോയിന്റിൽ പോവാം. അതിനുശേഷം ഈ സെറ്റിങ്സിൽ പോയതിനു ശേഷം ഇതിൽ സ്റ്റൈൽ എന്ന് പറഞ്ഞതിൽ നിങ്ങൾ അക്കൗണ്ട് സൈസ് എൻ്റർ ചെയ്യാം. ഇന്നത്തെ അക്കൗണ്ട് സൈസ് ഞാൻ പറഞ്ഞുള്ള 39,000 ആണ്. ബൈ 2 ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഓരോ ട്രേഡിലും എത്ര ഫണ്ട് അലോക്കേറ്റ് ചെയ്യാനുണ്ടാവും. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു 20,000 വരെ എനിക്ക് അലോക്കേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ റിസ്ക് ഇവിടെ പെർസെൻറ്റേജിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ ക്യാഷ് ആയിട്ട് കൊടുക്കാം. അപ്പം ഞാൻ യൂഷ്വലി ക്യാഷ് ആയിട്ട് ചെയ്യൽ. എനിക്കൊരു 1,500 വരെ ഒരു ട്രേഡിൽ പോയാൽ കുഴപ്പമില്ല എന്നില്ലാണ് എൻ്റെ ഒരു റിസ്ക് ആപ്പറ്റൈറ്റ്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ റിസ്ക് ആപ്പറ്റൈറ്റിനനുസരിച്ച് ഇത് സെറ്റ് ചെയ്യാം. അതിനുശേഷം ഈ കോർഡിനേറ്റ്സ് എന്നുള്ള സ്ഥലത്ത് ഒന്നുകിൽ നിങ്ങൾക്ക് ഇവിടെ തന്നെ സ്ലൈഡ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ആക്യുറേറ്റ് ആയിട്ട് വേണമെങ്കിൽ ഇവിടെ ഇങ്ങനെ എൻ്റർ ചെയ്യാം. ഇപ്പോൾ 196.3 ആൻഡ് സ്റ്റോപ്പ് ലോസ് വുഡ് ബി 194.05. അതിന് വെച്ച് നിങ്ങൾ ടാർഗറ്റും ഇപ്പം ഞാനിപ്പോൾ ടാർഗറ്റ് ഇപ്പോൾ ഇത് 202 ഉള്ളത് ഞാൻ 200 മാറ്റാം. ഓക്കെ,
ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾറെഡി ഇവിടെ കിട്ടും ക്വാണ്ടിറ്റി എത്ര എടുക്കേണ്ടി വരുന്നത്. ഇപ്പോൾ ഈ 666 ആയിരിക്കും ഇതിൽ ആ ഒരു റിസ്ക് ഇൻവോൾവ് ചെയ്തിരിക്കുന്ന ക്വാണ്ടിറ്റി. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ട്രേഡ് എടുക്കുന്നതിന് മുമ്പ് തന്നെ പെട്ടെന്ന് അങ്ങ് ചെയ്ത് തീർക്കാൻ പറ്റുന്ന കാര്യമാണ്. ഷോർട്ട് പൊസിഷൻ ആണെങ്കിൽ അഗെയിൻ സെയിം, ഇൻസ്റ്റെഡ് ഓഫ് ലോങ് പൊസിഷൻ ടൂൾ ഷോർട്ട് പൊസിഷൻ ടൂൾ എടുത്തതിന് ശേഷം സെയിം കാര്യം ചെയ്യാം. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. ഇത് ഭയങ്കര ഷോർട്ട് വീഡിയോസ് ആണ്. നിങ്ങൾക്കറിയാം ഞാൻ എക്സൽ ടെംപ്ലേറ്റ്സ് ഒക്കെ ഉണ്ടാക്കാനാണ് എനിക്ക് കൂടുതൽ താല്പര്യം. ഞാൻ ഈ എക്സൽ ടെംപ്ലേറ്റ് ആയിരുന്നു ഒരുപാട് നാളായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആക്ച്വൽ P&L നിങ്ങൾക്ക് കിട്ടും ആഫ്റ്റർ ഓൾ ദ ടാക്സസ് ആൻഡ് എവറിത്തിങ് ഡിഡക്റ്റഡ്. ഇതിന് ഈ സെറ്റപ്പിലാണെങ്കിൽ അത് കിട്ടില്ല. ഇത് ജസ്റ്റ് ബിഫോർ ചാർജസ് ആണ് നിങ്ങൾക്ക് കാണിക്കുന്നത് ഈ P&L. ഈ എക്സൽ ഷീറ്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോമെൻറ്റ് ചെയ്യാൻ ഞാൻ സെൻഡ് ചെയ്യാം. പിന്നെ എൻ്റെ മുമ്പത്തെ വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിൽ ഈ എക്സൽ ഷീറ്റിൽ വേറെ ഒരുപാട് ടൂൾസ് ഉണ്ട്. നിങ്ങളുടെ നെറ്റ് P&L കാൽക്കുലേറ്റ് ചെയ്യാം, NSE ഡേറ്റ ഡൗൺലോഡ് ചെയ്യാം, അങ്ങനെ കുറച്ച് ട്രിക്സ് ഉള്ള ഒരു എക്സൽ ഷീറ്റാണ്. നിങ്ങൾക്ക് അത് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ അത്രയാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അടുത്ത വീഡിയോയിലേക്ക് കാണാം. താങ്ക് യു.